Praise the Lord. Praise the Lord. Hallelujah. 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 ഇങ്ങനെയുള്ള സമയങ്ങളിൽ വിടുതൽ പ്രാർത്ഥനയും വെഞ്ചരിപ്പ് ശുശ്രൂഷയുമാണ് നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് വയലച്ചനാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം വരിക, ഇപ്പോൾ നന്നായി പ്രാർത്ഥിച്ചൊരുക്കുക. നമുക്ക് എവിടെയൊക്കെയാണല്ലോ വിടുതലും സൗഖ്യമൊക്കെ ആവശ്യമുള്ളത്, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനത്തിലുള്ളവർ, ശാലോൻ്റെയിൽ പങ്കെടുക്കുന്നവരൊക്കെ വിശ്വാസത്തിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എല്ലാം ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് എളിമയോടെ ആയിരിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ടോ മുൻപിൽ തുറന്ന് പിടിച്ചുകൊണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും അവിടുത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം ഉപയോഗിച്ച് അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്തു. അതേ അധികാരം അപ്പോസ്തലന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, എല്ലാ അശുദ്ധാത്മാക്കളുടെയും എല്ലാ രോഗങ്ങളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു. നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. കർത്താവെ, അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നാണ്. കർത്താവെ, അവിടുത്തെ അധികാരം അവിടുന്ന് മനുഷ്യരുമായി പങ്കുവെച്ച് ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളും പലതരത്തിൽ ബന്ധനങ്ങളും കെട്ടുകളും ഉള്ളവരാണ്. കർത്താവെ, രോഗത്തിൻ്റെ ബന്ധനം ഞങ്ങൾക്കുണ്ട്, ആന്തരിക മുറിവുകളുടെ ബന്ധനം ഞങ്ങൾക്കുണ്ട്, സങ്കടങ്ങളുടെ ബന്ധനമുണ്ട്, ഭയത്തിൻ്റെ ബന്ധനമുണ്ട്, നിരാശയുടെ ബന്ധനമുണ്ട്, വെറുപ്പിൻ്റെ ബന്ധനമുണ്ട്, കുറ്റബോധത്തിൻ്റെ ബന്ധനമുണ്ട്, അപകർഷതാബോധത്തിൻ്റെ ബന്ധനമുണ്ട്, ദുശീലങ്ങളുടെ ബന്ധനമുണ്ട്, തഴക്കദോഷങ്ങളുടെ ബന്ധനമുണ്ട്, ആത്മീയ മരവിപ്പിൻ്റെ ബന്ധനമുണ്ട്, വന്ധ്യതയുടെ ബന്ധനമുള്ളവരുണ്ട്, ജഡികാസക്തിയുടെ ബന്ധനമുള്ളവരുണ്ട്, ലഹരി വസ്തുക്കളുടെ ബന്ധനമുള്ളവരുണ്ട്, ആത്മീയ മരവിപ്പിൻ്റെ ബന്ധനമുള്ളവരുണ്ട്, പൈശാചിക ശക്തികളുടെ ബന്ധനത്തിലായിരിക്കുന്നവരുണ്ട്, പഠനത്തിനും ജോലിക്കുമൊക്കെ തടസ്സമായ ബന്ധനങ്ങൾ ഉള്ളവരുണ്ട്, സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമായ ബന്ധനങ്ങൾ ഉള്ളവരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ള ഞങ്ങളുടെ മേൽ ഇന്ന് അവിടുത്തെ അധികാരം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസ് ആ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദേവാലയ കവാടത്തിൽ നിന്ന് രോഗി സുഖപ്പെട്ടത് ഞങ്ങൾ ഓർക്കുന്നു. പത്രോസ് ആ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായത് ഞങ്ങൾ ഓർക്കുന്നു. ആ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തലന്മാർ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്, പിശാചുക്കളെ ബഹിഷ്കരിച്ചത്, മരിച്ചവരെ ഉയർപ്പിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ ആ അധികാരം പൗരോഹിത്യത്തിലൂടെ അവിടുന്ന് എനിക്ക് നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച്
അവരുടെ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവരിലുള്ള എല്ലാ ബന്ധനങ്ങളും അവിടെ നിന്ന് അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ പിതാവായ ദൈവമേ, യേശുവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരമായ നാസറായനായ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനായി, ബന്ധനങ്ങൾ അഴിക്കുവാനായി, സൗഖ്യം നൽകുവാനായി അവിടുത്തെ വലതുകരം ഈ സമൂഹത്തിന്റെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക മുറിവുകളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകർഷതാബോധത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തഴക്ക ദോഷങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മരവിപ്പിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ധ്യതയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡികാസക്തിയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മരവിപ്പിന്റെ ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിനും ജോലിക്കുമൊക്കെയുള്ള തടസ്സങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഇവരെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ രക്ഷിക്കുന്ന ദൈവമാണെന്ന്, നീ കെട്ടുകൾ അഴിക്കുന്ന ദൈവമാണെന്ന് അനുഭവത്തിലൂടെ ഇന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമ്മുടെ ബന്ധനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഈശോയുടെ നാമത്തിൽ എല്ലാ കെട്ടുകളും പൊട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ബന്ധനങ്ങളും അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന് പ്രാർത്ഥിക്കാം. രോഗശാന്തികൾ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിന് മേലുള്ള നാനാതരത്തിലുള്ള ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തരത്തിലുള്ള പൈശാചിക ആധിപത്യങ്ങൾ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സാമ്പത്തിക മേഖലകളെയും വിട്ടുപോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ അടയാളക്കട്ടെ, പൈശാചിക പീഠകൾ വിട്ടുപോകട്ടെ, ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ, ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, ദുശ്ശീലങ്ങളുടെ തർക്കദോഷങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, വലിയ സ്വാതന്ത്ര്യവും സൗഖ്യവും ഉണ്ടാകട്ടെ, ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ സ്തോത്രം. സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെ മേല് വിശുദ്ധ ജലം തളിക്കും. വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് നിങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ വിട്ടുപോകാം. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ വിട്ടുപോകാം. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ വിട്ടുപോകാം. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ.
ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിതാ. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. പാപത്തിൻ്റെ രോഗത്തിൻ്റെ ഭയത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോകാ. പാപത്തിന്റെ രോഗത്തിന്റെ ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോകാൻ. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. കോപത്തിൻ്റെ കലഹത്തിൻ്റെ മോഹത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോകാ. കോപത്തിന്റെ കലഹത്തിന്റെ മോഹത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോകാൻ. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. പാപത്തിൻ്റെ രോഗത്തിൻ്റെ ഭയത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോകാ. പാപത്തിന്റെ രോഗത്തിന്റെ ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോകാൻ. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. പതിനെട്ട് ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. യേശുവിൻ നാമത്തിൽ നാം. യേശുവിൻ നാമത്തിൽ നാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തോത്രം, ദൈവമേ ആരാധന, 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 ആരാധന. Praise the Lord. ശാന്തമായിട്ടിരിക്കാം. മറ്റൊരു കത്ത് നമുക്ക് ഇങ്ങനെ വായിച്ചു കേൾക്കാം. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി, ദൈവത്തിൻ്റെ അനുഗ്രഹം. എൻ്റെ പേര് ലീമ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 11 വർഷമായി. ഇനി മക്കളുണ്ടാകുമോ? 4 പ്രാവശ്യം ഞാൻ ഗർഭിണിയായെങ്കിലും 5 മാസം 6 മാസമാകുമ്പോഴേക്കും അബോർഷനായി പോകുമായിരുന്നു. ഒത്തിരി നിരാശയിലൂടെയും മനോവിഷമത്തിലൂടെയും ഞാൻ കടന്നുപോയി. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അതിനാൽ പ്രശ്നങ്ങളുണ്ടായി തുടങ്ങി. ഡിവോഴ്സിൻ്റെ വക്കിലെത്തി കാര്യങ്ങൾ. ആ സമയങ്ങളിൽ എൻ്റെ അമ്മ ശാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് കത്തയച്ചു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ തന്ന് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. കരങ്ങളടിച്ച് ദൈവത്തിനും പ്രാർത്ഥിച്ച ശാലോമിനും 1000 നന്ദി. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. 11 വർഷം കാത്തിരുന്നു. ദൈവം ആ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിൻ്റെ വിശ്വാസം ഉണരട്ടെ. വിവാഹം കഴിഞ്ഞ 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, 6, 7, 8, 9, 10, 11, 12, 14, 15 ആയിക്കോട്ടെ, 20 വർഷം ആയിക്കോട്ടെ, 22 വർഷം ആയിക്കോട്ടെ. ക്വാർട്ടർ സെഞ്ചുറി അടിച്ചവരാണോ? ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമെന്ന ഈ രാത്രി എന്നെ ഓർപ്പിക്കുന്നു. വിശ്വസിക്കാം നമുക്ക്. ഈ രാത്രിയിൽ ദൈവം നിന്റെ ഉദരത്തെ തൊടും. ഉദരഫലം ദൈവത്തിന് സമ്മാനമാണ്. മക്കൾ ദൈവത്തിൻ്റെതാണ്. കുഞ്ഞിനെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരും. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ ഈ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നിനക്കായി ഒരു അത്ഭുതം ചെയ്യും. കണ്ണുകളടയ്ക്ക് വിശ്വസിക്കാം. 11 വർഷം കാത്തിരുന്ന ലീമ എന്ന ഈ സഹോദരിക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുത്ത കർത്താവ് ഇതാ നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ പോകുന്നു. എൻ്റെ കർത്താവ്, അനേക വർഷമായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വേദനിക്കുന്ന അനേകർ ഇപ്പോൾ ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് വേദനയോടെ വചനം കേൾക്കുന്നുണ്ടല്ലോ കർത്താവേ. അവരെല്ലാം അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സൗഖ്യം നൽകുന്ന കരങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്യുന്ന കരങ്ങൾ, ഓ ദൈവമേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം കർത്താവ് അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലല്ലോ. അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഓ കർത്താവെ, കരുണയോടെ നിന്റെ മക്കളെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടെ കണ്ണുനീർ തുള്ളികളെ കാണണമേ കർത്താവേ. അവിടെ വേദനകളെയും അപമാനങ്ങളെയും കാണണമേ കർത്താവേ. ഓ ഈശോയെ, അനേകർ പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ വേദനിച്ച് കഴിയുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാം ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഈ രാത്രിയിൽ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഈശോ, ഈശോ, ഈശോ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വന്ധ്യമായ എല്ലാ ഉദരങ്ങളും യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രാഹാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാഹാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു.
അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. യേശുവേ യേശുവേ കരമുയർത്തിയടിച്ച് നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. ആമേൻ ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. praise the Lord. ഹല്ലേലൂയ. Hallelujah. വലതുകരമെത്തി പറയാമോ ഹല്ലേലൂയ? Hallelujah. ശക്തിയോടൊന്ന് പറയാമോ ഹല്ലേലൂയ? Hallelujah. കരങ്ങളൊന്ന് ചലിപ്പിച്ച് പറയാമോ ഹല്ലേലൂയ? Hallelujah. നല്ലൊരു ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ സ്വർഗം തുറന്ന് നല്ലവനായ ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ജോലി മേഖലയിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തൻ്റെ മഹത്വം, തൻ്റെ സാന്നിധ്യം ഇറക്കാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഹോസിയ 6:3, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. വചനം പറയുന്നത് ശ്രദ്ധിക്കണമേ, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമത്രേ. കർത്താവിനെ അറിയാൻ ഏകാഗ്രതയോടെ ഒരു സമൂഹം, ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ അവിടുന്ന് കടന്നു വരുമെന്ന് ദൈവവചനം പറയുന്നു. ഈ ആരാധനയുടെ സമയത്ത്, ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങളുടെ റൂമുകളിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, ചാപ്പലുകളിലായിരിക്കാം, എവിടെയായിരുന്നാലും നിൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ അത്ഭുതകരമായി മാനിക്കും, അത്ഭുതകരമായി ഉയർത്തും, അത്ഭുതകരമായ സൗഖ്യം അവിടെ നിനക്ക് വേണ്ടി കൽപ്പിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ നിന്നൊഴുകുന്ന ആത്മാവിൻ്റെ ശക്തി ലോകമെമ്പാടും ഇന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുകയാണ്. നാം മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ഇരുന്ന് നമ്മോടൊത്ത് ദൈവവചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവജനം ഒന്നിച്ചു വരുന്ന ഈ രാത്രിയിൽ നിശ്ചയമായും തൻ്റെ അത്ഭുത ശക്തി കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നന്നായി പരിശ്രമിക്കണം, നന്നായി ആരാധിക്കണം. കർത്താവിനെ കേൾക്കാനും അനുഭവിക്കാനും സ്പർശനം സ്വീകരിക്കാനും ഒക്കെയാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാഴ്ചക്കാരില്ല, കാഴ്ചക്കാരായിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവ് എന്തോ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ചെയ്തെടുക്കാൻ തീരുമാനിച്ച നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതിനാൽ എല്ലാം മറന്ന് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് കർത്താവിന് മഹത്വം കരയറ്റണം. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. സങ്കീർത്തനം 66-2 തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭൂവാസികളെ ആഹ്ലാദത്തോടെ കർത്താവിന് ആർപ്പിടുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ കർത്താവിന് ആർപ്പിടുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ
ദൈവമഹത്വം നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വ്യക്തിജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരാധനയിൽ മഹത്വത്തോടെ കടന്നു വരും. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ ശക്തിയുണ്ട്, ആരാധനയിൽ ദൈവ മഹത്വം ഇറങ്ങും, രോഗങ്ങൾ സൗഖ്യമാകും, അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തികളല്ല, ഇവിടെ ജീവിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. ജീവിക്കുന്ന കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ തിരിയട്ടെ. ഹോസിയ പ്രവചനത്തിൽ 6 മുതൽ നമ്മൾ വായിച്ചില്ലേ, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ കൊടുത്ത് നന്നായി ആരാധിച്ച് ദൈവവചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നാം ഒരുക്കുകയാണ്. കർത്താവെ, എന്നോട് ഇടപെടണമേ, ഈ രാത്രി എന്നോട് സംസാരിക്കണമേ, എൻ്റെ രോഗങ്ങളിലേക്ക് കടന്നു വരണമേ. നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. 68-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവമേ, അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ നടന്നു നീങ്ങിയപ്പോൾ ഭൂമി പോലും കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. ആകാശം മഴ ചൊരിയും. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ആത്മാവിൻ്റെ മഴയുണ്ടാകും, രോഗസൗഖ്യത്തിൻ്റെ മഴ സംഭവിക്കും, അനുഗ്രഹത്തിൻ്റെ കൃപയുടെ മഴ ഈ രാത്രിയിൽ നൈറ്റിൽ പെയ്തിറങ്ങാൻ പോവുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ കർത്താവ് സർവശക്തൻ. സർവശക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ആവശ്യങ്ങളെക്കാൾ അധികം മതിയായവൻ. നമ്മുടെ ആവശ്യം എന്തുമാത്രം വലുതാകട്ടെ ചെറുതാകട്ടെ, അതിനേക്കാൾ വലിയവനായ ഒരു ദൈവം അദൃശ്യനായി നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് അബ്രാഹാം പിതാവിനെ വെളിപ്പെടുത്തിയത് ഞാൻ സർവശക്തനായ ദൈവമാണ്. കണ്ണുകളടയ്ക്കുക ഒരു നിമിഷം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ അധികം വലിയവൻ. ഒരുപക്ഷെ രോഗാവസ്ഥയിൽ മനസ്സ് തളർന്നാണോ നീ ഇവിടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്? സാമ്പത്തികമായി ഞെരുക്കം നിന്നെ പിടികൂടിയിട്ടുണ്ടോ? കുടുംബജീവിതത്തിലെ ഭാരങ്ങൾ, അസ്വസ്ഥത നിന്നെ തളർത്തുന്നുണ്ടോ? മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നൊരു ജീവിതമാണോ? സ്നേഹമുള്ളവരെ, സർവശക്തനായവൻ, സൗഖ്യം നൽകാൻ കഴിയുന്നവൻ, വിടുതൽ നൽകാൻ കഴിയുന്നവൻ, വിജയം നൽകാൻ കഴിയുന്ന നല്ല കർത്താവ് നമ്മുടെ മധ്യയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നീ ആയിരിക്കുന്ന റൂമിലുണ്ട്. 2 കരങ്ങളും സ്വർഗത്തോളം ഉയർത്താമോ? വായി തുറന്ന് സ്വതന്ത്രമായി ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആരാധന, 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 ആരാധന. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ചെറിയവരും വലിയവരും വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ആരാധന, 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 ആരാധന. വായ് തുറന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക. ആരാധന, 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 ആരാധന. ഓ ആരാധന, 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 ആരാധന. സ്തോത്രം. എന്നെ സൗഖ്യമാക്കും, സൗഖ്യമാക്കും. എങ്ങും അവനുണ്ട്, ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. കരങ്ങളടിക്കാം നല്ല ഉണർവോടെ. ആ മുകളിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരെല്ലാം കരമൊന്ന് ഉയർത്തിയടിക്കാമോ? സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ,
എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. കരങ്ങളിൽ നിന്ന് ഉയർത്തിയടിക്കാമോ? ഒന്ന് ലൈവായി സന്തോഷത്തോടെ ആനന്ദിച്ച് തുള്ളിച്ചാടി. റഫായ് ഹോവാ എന്നെ സൗഖ്യമാക്കും. ശമ്മായ ഹോവാ എങ്ങും അവരുണ്ട്. 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 കരമുയർത്തിയടിക്കാം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, കരമുയർത്തിയടിക്കുന്നു. ഇല്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല അസാധ്യമായൊന്നുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി സ്വർഗത്തോളം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? വിളിക്കട്ടെ, വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ, ജീവനോടെ വിളിക്കട്ടെ. വിടുതലിന്റെ ശക്തി, ശക്തി. ഓ സ്തോത്രം, സ്തോത്രം. ആരാധന, 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 ആരാധന. ഓ സ്തോത്രം. കരങ്ങൾ താഴ്ത്തി, കരങ്ങളടിച്ച് ആനന്ദിച്ച് തുള്ളിച്ചാടി. കാലുകളൊന്ന് മാറ്റി ചവിട്ടി. ശാലോം യഹോവാ എൻ്റെ സമാധാനം. നിസ്സി യഹോവാ എൻ്റെ ജയക്കൊടിയാം. ശാലോം യഹോവാ എന്റെ സമാധാനം. നിസ്സി യഹോവാ എന്റെ ജയക്കൊടിയാം. ഈ ദൈവം എൻ്റെ കരമുയർത്തിയടിക്കാം, ദൈവം, കരമുയർത്തിയടിക്കാം. എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ആരാധിക്കാം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. കരമുയർത്തിയടിച്ച് സർവശക്തനായ ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. യേശുവേ, രണ്ട് കരങ്ങൾ ഉയർത്തി, കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുക. വായ് തുറന്ന് വിളിക്കുക. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ ഇറങ്ങുന്നു. ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. വായ് തുറന്ന് വിളിക്കാം. യേശുവേ,
ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ. ആരാധന 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 ആരാധന. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ. ആരാധന 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 ആരാധന. ഓ സ്തോത്രം സ്തോത്രം. ആരാധന 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 ആരാധന. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ ഒഴുകട്ടെ, ദൈവകൃപ ഒഴുകട്ടെ. ആരാധന 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 ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഇതാ സർവശക്തനായ നല്ല ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ ധന്യമാക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. യെശയ്യാ ഇപ്രകാരം പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം എന്ന് അവൻ വിളിക്കപ്പെടും. യേശുവിനെക്കുറിച്ച് 700 വർഷങ്ങൾക്ക് മുമ്പ്, അവൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ അവൻ്റെ മഹത്വം ദർശിച്ച് ഇപ്രകാരം ഉദ്ഘോഷിച്ചു, വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനത്രേ. അവൻ്റെ നാമത്തിന് മുമ്പിൽ അഴിയാത്ത കെട്ടുകളില്ല, അവൻ്റെ നാമത്തിന് മുമ്പിൽ മാറാത്ത രോഗങ്ങളില്ല, കടബാധ്യതകളില്ല. കണ്ണീരോടെയാണ് നിങ്ങൾ വന്നതെങ്കിൽ ഈ രാത്രിയിൽ അത്ഭുതകരമായ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ കർത്താവ് അയക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി നമുക്കൊരിക്കൽ കൂടി ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്തുക. യേശുവിനെ ഉയർത്തുന്നവരെ അവനും ഉയർത്തും. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കുമെന്ന് വചനത്തിലൂടെ അരുളി ചെയ്തവൻ. രണ്ട് കരങ്ങളെയും ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തി ലജ്ജ കൂടാതെ വായ് തുറന്ന് ജീവനും തന്നവനെ ഒന്ന് വിളിക്കാമോ? യേശുവേ ഒന്നുകൂടെ വിളിക്കാമോ? വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ വിളിക്കട്ടെ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. രണ്ട് കരമുയർത്തി യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. വായ് തുറന്ന് വിളിക്കാം. യേശു എല്ലാവരും വിളിക്കാം. യേശു അവനാരിലും വലിയവൻ, യേശു 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 അവനാരിലും മതിയായവൻ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, സകലതും നന്മയ്ക്കായി രൂപപ്പെടുന്ന മാറ്റുന്നവൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും നിന്റെ നന്മയ്ക്കായി അവൻ മാറ്റും.
വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവനോട് ചേർന്ന് നിൽക്കാം. ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ്വ നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. കൃപയരുളിടുമേ ബലമണിക്കുമേ. കൃപയരുളിടുമേ ബലമണിക്കുമേ. മറമധുരമായി മാറ്റിടുമേ. മരമധുരമായി മാറ്റിടുമേ. രണ്ട് കരങ്ങളും ഉയർത്തി യേശു ജീവനോടെ വിളിക്കാം. യേശു ആരാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടി യേശു 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 അവനാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായവൻ. അരൂപിയിൽ ആരാധിക്കാം, അരൂപിയിൽ ആരാധിക്കാം. ദൈവശക്തി നിറയുന്നു. ആരാധിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ വായ് തുറന്ന് വിളിക്കുന്നു. കെട്ടുകൾ അഴിയുന്നു, ബന്ധനങ്ങൾ തകരുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, വിടുതൽ ശക്തി നിറയുന്നു. കണ്ണുനീർത്താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. ഉറപ്പ്. രോഗത്തിൻ ചങ്ങലകൾ യേശുവേ മണിവീണയായി തീർക്കുമവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. രണ്ട് കരങ്ങളും ഉയർത്തി പ്രതീക്ഷയോടെ യേശു യേശു യേശുവിന്റെ നാമം വിളിക്കാം. അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടി വിളിക്കുന്നു. യേശു 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 അവനാരിലും വലിയവൻ.
അരൂപിയിൽ ആരാധിക്കാം. ദൈവമഹത്വം ഇറങ്ങുന്നു, ദൈവശക്തി നിറയുന്നു. ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. കരങ്ങൾ ചലിപ്പിച്ച് ജീവനോടെ രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കാമോ? യേശുവേ, വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ, വായ് തുറന്ന് വിളിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ സ്തോത്രം സ്തോത്രം. ആരാധന 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 ആരാധന. ശക്തി നിറയുന്നു, കൃപ നിറയുന്നു. ആരാധന ആരാധന. ശാന്തമായി ഇരിക്കാം. ശാന്തമായി ഇരുന്ന് കണ്ണുകളടച്ച്, ശാന്തമായി ഇരുന്ന് കണ്ണുകളടച്ച് നമ്മളിൽ നിറയുന്ന ദൈവസാന്നിധ്യത്തെ ആരാധിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവമുട്ടുകളും അങ്ങയുടെ നാമത്തിന് മുമ്പിൽ മടങ്ങുമെന്ന അങ്ങയുടെ വചനം ഓർക്കുന്നു. ഒത്തിരി ഭാരത്തോടെയാണ്, ഒത്തിരി പ്രതീക്ഷയോടെയാണ്, ഒത്തിരി സങ്കടത്തോടെയാണ് എൻ്റെ കർത്താവേ നിൻ്റെ പാദാന്ത്യത്തിൽ ഞാനായിരിക്കുന്നത്. കൈവിടാത്ത, മറക്കാത്ത അവിടുത്തെ സ്നേഹവും കരുതലും സൗഖ്യവും ഈ രാത്രിയിൽ എനിക്ക് പ്രദാനം ചെയ്യണമേ. കഥയും കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കരമേത്തൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ.